നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിക്കണം, ഇനി അങ്ങോട്ട് തുടരെ തുടരെ കളിക്കണം. നെയ്മർ ജൂനിയർ തീരുമാനമെടുക്കുന്നു. ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ തുടർച്ചയായി 2 മത്സരങ്ങൾ നെയ്മർ കളിച്ചില്ല. ഒന്ന് റെഡ് കാർഡ് കിട്ടി, കളിക്കാൻ പറ്റിയില്ല. മറ്റൊന്ന് ഡിപ്പോർട്ടിവോ കുയൻകയ്ക്കെതിരെയുള്ള കോപ്പ സുഡാമേരിക്കാന മത്സരം കളിക്കേണ്ട, ട്രാവൽ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള 4 മത്സരങ്ങൾ തുടരെ തുടരെ നെയ്മർ കളിക്കുമെന്ന റിപ്പോർട്ടാണ് ബ്രസീലിൽ നിന്ന് വരുന്നത്. അതായത് സാന്റോസിന് ഇനിയുള്ള 4 മത്സരങ്ങളും ഹോം മത്സരങ്ങളാണ്. അത്ലറ്റിക്കോ മിനൈറോക്കെതിരെ ആ കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ റെലഗേഷൻ സോണിൽ നിൽക്കുന്ന സാന്റോസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ഏപ്രിൽ 12 പുലർച്ചെ 4:30, അതായത് നാളെയാണ് കളി, നമുക്ക് മറ്റന്നാൾ പുലർച്ചെയാണ് എന്ന് മാത്രം. സാന്റോസ് വേഴ്സസ് അത്ലറ്റിക്കോ മിനൈറോ പോരാട്ടം. അത് കഴിഞ്ഞ് ഏപ്രിൽ 15 പുലർച്ചെ 6 മണിക്ക് സാന്റോസ് റിക്കോലേറ്റയ്ക്കെതിരെ കോപ്പ സുഡാമേരിക്കാനയിലെ മത്സരം കളിക്കുന്നു. പരാഗ്വൻ ക്ലബ്ബാണ് റിക്കോലേറ്റ. അവർക്കെതിരെ ഹോം മത്സരമായതുകൊണ്ട് നെയ്മർ ഇറങ്ങും എന്നാണ് റിപ്പോർട്ട്. കാരണം ആദ്യ മത്സരം തോറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ്. പിന്നെ 20-ാം തീയതി ഏപ്രിൽ 20 മത്സരം സാന്റോസ് വേഴ്സസ് ഫ്ലൂമിനൻസ് പോരാട്ടമാണ്. പുലർച്ചെ 12:30 നടക്കുന്ന സൂപ്പർ പോരാട്ടം. അതിൽ നെയ്മർ കളിക്കുമെന്നാണ് റിപ്പോർട്ട്. വീണ്ടും കോപ്പ ഡു ബ്രസീലിലെ മത്സരമാണ്. അവിടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി കാലിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കോർട്ടിബക്കെതിരെ ഏപ്രിൽ 23 പുലർച്ചെ 4 മണിക്ക് നടക്കുന്ന മത്സരവും നെയ്മർ കളിക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം. പക്ഷേ അതിൽ കംപ്ലീറ്റ്ലി കോച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും മാക്സിമം മത്സരങ്ങൾ കളിപ്പിക്കുക, അതാണ് പുതിയ കോച്ച് കുക്കയുടെ പ്ലാന്. അതായത് ദി പ്ലാൻ ഫോർ കുക്ക ആൻഡ് കോച്ചിങ് സ്റ്റാഫ് ഈസ് ടു ഹാവ് നെയ്മർ ജൂനിയർ അവൈലബിൾ ഫോർ ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ഗെയിംസ്. പറ്റാവുന്നത്ര മത്സരങ്ങളിൽ നെയ്മറെ കളിപ്പിക്കുക. ഈ 4 മത്സരങ്ങളും നെയ്മർ കളിക്കാനുള്ളത് ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഗ്യാരണ്ടി ഇല്ല എന്നുകൂടി ഗ്ലോബോ പറയുന്നു. അതായത് പൂർണ്ണമായും കളിക്കുമെന്നല്ല, 4 മത്സരങ്ങളും കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അത് കുറഞ്ഞ മിനിറ്റുകളാണെങ്കിലും അദ്ദേഹം കളിക്കും എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. ഏതായാലും ഇതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. തുടർച്ചയായി 3 മത്സരങ്ങൾ ഇപ്പോൾ കളിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് നെയ്മർ ഒരു ഘട്ടത്തിൽ പോയിരുന്നു, പരിക്ക് വഷളാവാതിരിക്കാൻ. പക്ഷേ ക്ലബിൻ്റെ നിലവിലെ സ്ഥിതിവിശേഷമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കളിച്ചേ പറ്റൂ എന്നതൊരു സ്ഥിതിയും സംജാതമാകുന്നുണ്ട്. എന്തായാലും തുടരെ കളിക്കാൻ നെയ്മർ തീരുമാനിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ബ്രസീലിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ നെയ്മർ സാന്റോസ് എഫ്.സിക്കൊപ്പം തിരികെ എത്തിയതിന് ശേഷം ഈ സെക്കൻഡ് സ്റ്റിൻറ്റിൽ 34 മത്സരങ്ങളെ ആകെ കളിച്ചുള്ളൂ. അതിൽ 14 ഗോളും 7 അസിസ്റ്റും 21 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓരോ 122 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 11 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 94 കീ പാസുകൾ, 193 ഡ്യുവൽസ് വിൻ ചെയ്തു, 116 ഫൗൾ സഫർ ചെയ്തു. സോ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ്. ഇനി തുടരെ കളിച്ച് ആഞ്ചലോട്ടിയുടെ ആ ഒരു ഇംപ്രഷൻ നേടിയെടുക്കുക, വേൾഡ് കപ്പിന് പോവുക, അതാണ് നെയ്മർ ഇപ്പോൾ ശ്രമിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.